Hello everyone, welcome to Juport Plus 2 Commerce and Humanities. It's me, Nafi. എല്ലാവർക്കും മക്കളെ ജൂപ്പോർട്ടിൻ്റെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഓണം എക്സാമിന് 6 ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ഓരോ ചാപ്റ്ററും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുന്ന ചില ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. 1, ഈ 6 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ നിങ്ങളുടെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു. 2, ഈ ഒരു 6 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 3, ഇതൊരു ഹിസ്റ്ററി നിങ്ങൾക്ക് ടഫാണോ ഈസിയാണോ. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ് ഈ ഒരു ചാപ്റ്റേഴ്സാണ്, ഈ ഒരു ടോപ്പിക്കാണ്. ഒന്നാമത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടൗൺ പ്ലാനിംഗ് അറ്റ് മോഹൻജദാരോ. മോഹൻജദാരോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. സിറ്ററിലെ ഗ്രേറ്റ് ബാത്ത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. മോഹൻജദാരോ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അഥവാ ആഭ്യന്തര വാസ്തുവിദ്യയാണ്. ഈ മോഹൻജദാരോയിലും ഹാരപ്പയിലെയും ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അഥവാ ആഭ്യന്തര വാസ്തുവിദ്യയെ കുറിച്ചിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് ഹാരപ്പൻ സ്ക്രിപ്റ്റ് അഥവാ ഹാരപ്പൻ ലിപിയാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ അഥവാ എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം ഇല്ലാതായത്, അതിൻ്റെ റീസൺസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ചാപ്റ്റർ 1. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുക. 1, വൈ മഗധ ബിക്കം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മഹാജനപദ. എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമായത്. രണ്ടാമത് ചോദിക്കുക അലഹബാദ് പ്രശസ്തി, അലഹബാദ് പ്രശസ്തിയെക്കുറിച്ച് ചോദിക്കും. മൂന്നാമതായിട്ട് മൗര്യ ഡൈനാസി, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ചോദിക്കും. നാലാമതായിട്ട് അശോകനും ചോദിക്കും. അഞ്ചാമതായിട്ട് കുശാനന്മാരെ കുറിച്ചിട്ടും എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 1, ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ നിരൂപണാത്മക പതിപ്പാണ്. റൂൾസ് ഓഫ് മാരേജ്, അന്നത്തെ കാലത്തെ വിവാഹ നിയമങ്ങളാണ്. ഗോത്രങ്ങളെ കുറിച്ച് പഠിക്കണം. ശതവാഹന ഡൈനാസ്റ്റി, ശതവാഹന രാജാക്കന്മാരുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർണ്ണാസിസം, വർണ്ണ വ്യവസ്ഥയെ കുറിച്ചിട്ട് പഠിക്കണം. ആ 4 വർണ്ണങ്ങളുടെ പ്രത്യേകത നിങ്ങൾ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ചണ്ടാളാസും പഠിക്കണം. ആൻഡ് വൈ മഹാഭാരത ഈസ് നോൺ ആസ് ഡൈനാമിക് ടെക്സ്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിക്കുന്നത് 1, മഹാവീരനെ കുറിച്ചിട്ടും ദ ഐഡിയാസ് ഓഫ് ജൈനിസം, മഹാവീരനെ കുറിച്ചിട്ടും ജൈന മതത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ബുദ്ധനെ കുറിച്ചിട്ടും ബുദ്ധമതത്തിൻ്റെ ആശയങ്ങൾ നിങ്ങൾ പഠിക്കണം. സ്തൂപം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് സാഞ്ചിയിലെ സ്തൂപം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദീസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്തത് മഹായാന ബുദ്ധമതമാണ്. മഹായാനിസവും ഹീനയാനിസവും തമ്മിലുള്ള വ്യത്യാസവും എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 3 ട്രാവലേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ അൽ ബിറൂനി ആൻഡ് കിതാബ് അൽ ഹിന്ദ്, കഴിഞ്ഞ തവണ 8 മാർക്കിന് എസ്എ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. എന്ത്, അൽ ബിറൂനി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇബ്നു ബത്തൂത്ത ആൻഡ് റിഹ്ല, ഇബ്നു ബത്തൂത്തയെക്കുറിച്ചിട്ടും റിഹിലയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഫ്രാങ്കോയിസ് ബേണറിൻ്റെ കമ്പാരിസൺ ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും എങ്ങനെയാണ് താരതമ്യം ചെയ്തതെന്ന് പഠിച്ചിരിക്കണം. പിന്നെ അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും അടിമകളുടെയും അവസ്ഥയെക്കുറിച്ചിട്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ പ്ലസ് 2 ഓണം എക്സാമിന് ഹിസ്റ്ററി നിന്ന് ചോദിക്കുന്നത് 6 ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. 1, ഭക്തി ട്രഡീഷൻ, ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടും ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അൽവാർസ് ആൻഡ് നയനാസ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. വീരശൈവ ട്രഡീഷൻ, ബസവണ്ണയുടെ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. സൂഫിസം, ആ സൂഫിസം തന്നെ കൻകാസ് ആൻഡ് സിൽസിലാസും ചിസ്തി സൂഫിസത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് കബീർ, ബാബ, ഗുരുനാനാക്ക് ആൻഡ് മീരാബായ്. ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓണം എക്സാം നിങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് കാണരുത്. ഓണം എക്സാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓണം എക്സാമിൻ്റെ പോർഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെയുള്ള പോർഷൻസിൻ്റെ 30% ആണ്. അത് അടിപൊളിയാക്കി സെറ്റാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എജ്യൂപോർട്ടിൻ്റെ പ്ലസ് 2 വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ നോട്ടുകൾ, PYQs, മോഡൽ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സമ്മറി, എല്ലാ കാര്യങ്ങളും നമ്മൾ തരിക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും. ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ പ്ലസ് 2 ഹിസ്റ്ററി പഠിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ nafi.edu തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതിൽ വേണ്ട അപ്ഡേറ്റുകളൊക്കെ നമ്മൾ തരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.